റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടയം കുഴിമറ്റം ജോളി വധക്കേസ് കേട്ടാലോ? കേൾക്കാം. 1984 ഏപ്രിൽ 23 കോട്ടയത്തിനടുത്ത് കുഴിമറ്റം തോട്ടത്തിൽ മാത്യുവിന്റെ മകൾ ജോളി അന്ന് പതിവിലേറെ സന്തോഷവതിയായിരുന്നു. സ്റ്റഡി ലീവ് ആയിരുന്നതിനാൽ അവൾ കൂട്ടുകാരികളെ കണ്ടിട്ട് കുറച്ചു നാളുകളായി. എന്തെല്ലാം വിശേഷങ്ങൾ അറിയാനും പറയാനും കിടക്കുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പഠിച്ചതെല്ലാം വീണ്ടും വീണ്ടും മനഃപ്പാടമാക്കുന്ന തിരക്കിലായിരുന്നു. തല പെരുത്തിട്ട് വയ്യ. ഇനി എല്ലാം ഹോൾ ടിക്കറ്റ് വാങ്ങിയ ശേഷം മതി. അവൾ രാവിലെ തന്നെ കുളിച്ച് ഭക്ഷണം കഴിച്ചു. ഉള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാവാട തന്നെ അവൾ അന്ന് ഉടുക്കാൻ തിരഞ്ഞെടുത്തു. പച്ചയും മഞ്ഞയും വെള്ളയും തവിട്ടും നിറത്തിലുള്ള മനോഹരമായ പൂക്കളോട് കൂടിയ പാവാട. ഇതിന് ചേരുന്ന ബ്ലൗസ് ഏതായിരിക്കും? ചേച്ചി മോളമ്മയോട് ഒന്ന് ചോദിച്ചു കളയാം. എന്തോ തിരക്കിലായിരുന്ന മോളമ്മ ജോളിയുടെ ചോദ്യം കേട്ടില്ല. അത് ജോളിയെ ചൊടിപ്പിച്ചു. ഒന്ന് പറഞ്ഞാൽ എന്താ, വളി വഴി പോകുമോ? മുഖം വേർപ്പിച്ചുകൊണ്ട് അവൾ തിരികെ എത്തി. ആരുടെയും അഭിപ്രായം കേൾക്കാതെ തന്നെ അവൾ കറുത്ത ബ്ലൗസ് സെലക്ട് ചെയ്തു. കഴുത്തിൽ താര ഫാഷനിലുള്ള മാലയും കാതിൽ ഡയമണ്ട് കൊണ്ടുള്ള റിങ്സ് പണിഞ്ഞു. കണ്ണാടിയിൽ ഒരിക്കൽ കൂടി നോക്കിയ ജോളി ചെറുതായെന്ന് പുഞ്ചിരിച്ചു. കുറച്ചു നേരം കൂടി കണ്ണാടിയുടെ മുന്നിൽ നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ സമയമില്ല. ഇപ്പോ കൂട്ടുകാരികൾ ഓരോരുത്തരായി എത്തിക്കാണും. അവൾ പെട്ടെന്ന് ചന്ദന നിറത്തിലുള്ള ചെരുപ്പ് എടുത്തിട്ടു. പിന്നെ വാച്ചുമെടുത്ത് വീട്ടിലുള്ളവരോട് യാത്ര പറഞ്ഞ് വഴിയിലേക്ക് ഇറങ്ങി. അപ്പോൾ ഏതാണ്ട് 11:30 മണി സമയമായിരുന്നു. നാട്ടകം ഗവൺമെന്റ് കോളേജിൽ നിന്നാണ് ഹാൾ ടിക്കറ്റ് വാങ്ങേണ്ടത്. ദുഃഖ ശനിയാഴ്ച മുതൽ ഹാൾ ടിക്കറ്റ് കൊടുത്തു തുടങ്ങിയതായിരുന്നു. പരീക്ഷ ആരംഭിക്കുന്ന ഏപ്രിൽ 24 തലേന്ന് തിങ്കളാഴ്ച ഹാൾ ടിക്കറ്റ് വാങ്ങാമെന്ന് തീരുമാനിച്ചത് മണ്ടത്തരമായി എന്ന് ജോളിക്ക് തോന്നി. വല്ലാത്ത തിരക്ക്. എങ്കിലും ഉച്ചയ്ക്ക് 1 മണിയോടെ ഹാൾ ടിക്കറ്റ് വാങ്ങിച്ചെടുത്തു. അടുത്ത ബസ് സ്റ്റോപ്പിൽ കോളേജിലെ ഒരു അധ്യാപികയും ബസ് കാത്തു നിൽപ്പുണ്ടായിരുന്നു. അധ്യാപികയോടൊപ്പം ബസ് കയറി ഒരേ സീറ്റിലിരുന്നു. നന്നായി പഠിക്കുന്നുണ്ടെന്ന് ജോളി മാത്യുവും വീട് ചങ്ങനാശ്ശേരിയിലാണെന്ന അധ്യാപികയും അന്യോന്യമുള്ള കുശലാന്വേഷണങ്ങൾക്ക് മറുപടി പറഞ്ഞു. ചങ്ങനാശ്ശേരി ബസ്സിൽ കയറാനായി അധ്യാപക ചിങ്ങവനത്തിൽ ഇറങ്ങി. ജോളി 2 മണിയോടെ കുറിച്ചിമന്ദിരം കവലയിൽ ബസ് ഇറങ്ങി. 2 മാസം മുമ്പ് പോലീസ് ലാത്തിചാർജിന് കളമൊരുക്കിയ കുറിച്ചിമന്ദിരം കവല 6-7 കടകളും ആശുപത്രിയും കന്യാസ്ത്രീ മഠവും ഒക്കെ അരികത്തുള്ള ഒരു കൊച്ചു നാൽക്കവലയാണ്. MC റോഡിലെ ഈ കവല അന്ന് നടന്ന ലാത്തിചാർജിന്റെയും പരാക്രമങ്ങളുടെയും അതിനൊക്കെ കാരണമായ സംഭവത്തിന്റെയും നടുക്കുന്ന ഓർമ്മകളിൽ തന്നെയാണ് ഇപ്പോഴും. കിഴക്കോട്ട് പോകുന്ന റോഡിലൂടെ കുറെ ചെന്നാൽ കാണുന്ന കുറിച്ചി AV ഹൈസ്കൂളിലെ 10ാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിനി ഗ്രേസി എന്ന അമ്മിണിയുടെ മരണമാണ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നവർ പോലും പോലീസിന്റെ തല്ലുകൊള്ളേണ്ടി വന്നതിനും പോലീസുകാർക്കും ട്രാൻസ്പോർട്ട് ബസിനും കല്ലേറ് ഏൽക്കേണ്ടി വന്നതിനും കാരണമായത്. പാവപ്പെട്ട ഒരു ഹരിജൻ കുടുംബത്തിൽ അംഗമായ ഗ്രേസിയെ കഴിഞ്ഞ ഫെബ്രുവരി 5-ാം തീയതി വൈകുന്നേരം കാണാതാവുകയും പിറ്റേന്ന് രാവിലെ സ്ഥലത്തെ ഒരു തെങ്ങിൻ ചുവട്ടിൽ നിലത്ത് കാൽമുട്ടുകൾ ഊന്നി കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ ജഡം കാണപ്പെടുകയും ചെയ്തു. ഗ്രേസിയെ മാനഭംഗപ്പെടുത്തി കൊന്നതാണെന്ന് വീട്ടുകാരും നാട്ടുകാരും തെളിവുകൾ നിരത്തി വെളിപ്പെടുത്തിയെങ്കിലും കേസ് അന്വേഷണം എങ്ങും എത്തിയില്ല. ഗ്രേസിയുടെ മരണം ആത്മഹത്യയാണെന്ന നിഗമനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതായി അറിഞ്ഞ വിദ്യാർത്ഥികളും നാട്ടുകാരും നീതിക്കായി പ്രക്ഷോഭണ മാർഗം തേടി. കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി. ഒരാഴ്ചക്കാലം സമരം നടത്തിയിട്ടും അധികാരികൾ ഗൗനിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ മന്ദിരം കവലയിലേക്ക് നീങ്ങി. ട്രാൻസ്പോർട്ട് ബസ്സുകൾ തടഞ്ഞു. ലാത്തി ചാർജും കല്ലേറുമുണ്ടായി. നിരപരാധികളായ ഒട്ടേറെ വിദ്യാർത്ഥികളും നാട്ടുകാരും കേസിൽ കുടുങ്ങി. വ്യാജമല്ലാത്ത മറ്റേ കേസാവട്ടെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടും എന്നും ദുരൂഹതകളിൽ കുടുങ്ങിക്കിടക്കുന്നു. നാട്ടുകാർക്ക് അറിയാമെങ്കിലും പോലീസിന് ബോധ്യം വരാത്തതിനാൽ കുറ്റവാളികൾ നിയമത്തിന്റെ കാണാമറയത്തുകൂടി സന്തോഷചിത്തരായി നടക്കുന്നു. 2 മണിയോടെ ജോളി തിരിച്ചെത്തുമെന്നാണ് വീട്ടിലുള്ളവർ കരുതിയത്. 2 മാസം മുമ്പ് നടന്ന ഗ്രേസിയുടെ മരണം വീട്ടുകാർ അറിയാതെ ഓർത്തുപോയി. ഇനി എന്തു ചെയ്യും? സന്ധ്യ കഴിഞ്ഞിട്ടും ജോളി എത്തിയിട്ടില്ല. നാളെ ആണെങ്കിൽ പരീക്ഷയും. ഒരുതരം ഭീതിയും മരവിപ്പും തോട്ടത്തിൽ മാത്യുവിന്റെ വീടിനെ ഗ്രസിച്ചു. ഉടൻ ജോളിയുടെ പിതാവ് മാത്യു, ബന്ധുവായ ബാബു ഫിലിപ്പ്, ബേബി ഫിലിപ്പ്, ബേബി ചായൻ തുടങ്ങിയവരെല്ലാം കൂടി ജോളിയെ അന്വേഷിച്ചിറങ്ങി. ഇതിനിടയിൽ കോട്ടയം തിരുവാതിക്കൽ റബ്ബർ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന മോനച്ചനെ ബാബു ഫിലിപ്പ് ഫോണിലൂടെ വിവരം അറിയിച്ചു. മോനിച്ചനും ഉടനെ ജോളിയെ തിരക്കിറങ്ങി.
സമയം അർദ്ധരാത്രിയോടടുക്കുന്നു. എങ്കിലും ആ രാത്രി തന്നെ നാട്ടകം ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലിനെ അദ്ദേഹം താമസിക്കുന്ന രേവതി ലോഡ്ജിൽ ചെന്ന് കണ്ടു. റെക്കോർഡ് നോക്കി നാളെ രാവിലെ വിവരം അറിയിക്കാമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. ജോളിയുടെ കൂട്ടുകാരി സുനില, പത്താമുട്ടത്താണ് സുനിലയുടെ വീട്. അവളുടെ വീട്ടിലും ജോളിയെ തിരക്കിപ്പോയി. ജോളിയും ശ്രീദേവി ടീച്ചറും കൂടി നാട്ടകം കോളേജ് ജംഗ്ഷനിൽ നിന്ന് സെന്റ് മേരീസ് ബസ്സിൽ പോകുന്നത് കണ്ടെന്ന് സുനില അറിയിച്ചു. വള്ളംകുളത്ത് കെട്ടിച്ചയച്ച ജോളിയുടെ സഹോദരി സൂസിയുടെ വീട്ടിലും അന്വേഷിച്ചെങ്കിലും ജോളി അവിടെ ചെല്ലുകയുണ്ടായില്ലെന്ന് അറിഞ്ഞു. ആ രാത്രി ഇങ്ങനെയാണ് വെളുപ്പിച്ചതെന്ന് അവർക്ക് മാത്രം അറിയാം. നേരം പരപര വെളുത്തപ്പോ ഒരു കൂട്ടർ നാട്ടകം കോളേജിലേക്ക് പോയി. പ്രിൻസിപ്പലിന്റെ വരവും കാത്തിരിക്കുകയാണ്. ഒടുവിൽ അദ്ദേഹം വന്ന് രജിസ്റ്റർ പരിശോധിച്ചു. ജോളി ഹാൾ ടിക്കറ്റ് ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രിൻസിപ്പൽ ശ്രീദേവി ടീച്ചറെയും ഏലിയാമ്മ എന്ന കുട്ടിയെയും വിളിപ്പിച്ചു. താനും ജോളിയും ഒരുമിച്ച് ഒരേ സീറ്റിലിരുന്ന് സെന്റ് മേരീസ് ബസ്സിൽ യാത്ര ചെയ്തെന്നും താൻ ചിങ്ങവനത്തിറങ്ങിയെന്നും ശ്രീദേവി ടീച്ചർ പറഞ്ഞു. കോളേജിൽ നിന്നും തിരിച്ചു വരുമ്പോ മന്ദിരം കവലയിൽ വെച്ച് തങ്കപ്പൻ സാറിന്റെ മകൾ ബിന്ദുവിനെ കണ്ടു. ജോളി ഇന്നലെ സെന്റ് മേരീസ് ബസ്സിൽ കയറി മന്ദിരം കവലയിൽ ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നത് കണ്ടതായി ബിന്ദു അവരോട് പറഞ്ഞു. ഇതിനുശേഷം 1984 ഏപ്രിൽ 25 കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ജോളിയെ കാണാനില്ലെന്ന് പരാതിപ്പെട്ടു. തുടർന്ന് പല വിധത്തിലുള്ള അന്വേഷണമായിരുന്നു. പക്ഷെ ഒരു വിവരവും ആരിൽ നിന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ 26 കൈതിയിൽ സണ്ണി എന്നയാളുടെ പറമ്പിലെ കിണറ്റിൻ ചാക്കിൽ പൊതിഞ്ഞ ഒരു മൃതദേഹം പൊങ്ങിക്കിടക്കുന്നതായി അറിഞ്ഞു. മോണിച്ചനും ബേബിയും അങ്ങോട്ട് പാഞ്ഞു. ജഡം ചാക്കുകൊണ്ട് ഭദ്രമായി പൊതിഞ്ഞിരിക്കുന്നു. കാലിന്റെയും പാവാടയുടെയും ഭാഗങ്ങൾ കാണാമായിരുന്നു. പാവാട തുണി കണ്ടപ്പോ അത് ജോളിയുടേതല്ലേ എന്ന് സംശയം തോന്നി. സണ്ണിയുടെ പറമ്പിലെ കിണറ്റിൽ നിന്ന് ഏറെ പണിപ്പെട്ട് ജഡം പുറത്തെടുത്തു. അത് ജോളിയുടെ തന്നെ ശവശരീരമായിരുന്നു. മൃതശരീരത്തിന്റെ മുട്ട് വയറിനോട് ചേർത്ത് വെച്ച് കെട്ടിയിരുന്നു. ആഭരണങ്ങളൊന്നും പുറത്ത് കാണാമായിരുന്നില്ല. ജഡം നന്നായി വീർത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും മുഖം കണ്ട തിരിച്ചറിയാമായിരുന്നു. ജോളിയുടെ മൃതശരീരം കിണറ്റിൽ നിന്ന് പുറത്തെടുത്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോ പോലീസ് നായയെ കൊണ്ടുവന്നു. നായ മൃതദേഹത്തിന്റെ മണം പിടിച്ച ശേഷം വീടിനടുത്തുള്ള പയനിയർ ലോഡ്ജിൽ കയറി. പയനിയർ ലോഡ്ജിൽ ഏറെയും ഹോമിയോ വിദ്യാർത്ഥികളാണ് താമസിച്ചിരുന്നത്. ഇതിനിടെ പയനിയർ ലോഡ്ജിൽ താമസിച്ചിരുന്ന ജോർജ് പനക്കിൽ എന്ന ഹോമിയോ വിദ്യാർത്ഥിയുമായി ജോളി പ്രേമത്തിലായിരുന്നെന്നും അവർ ഇരുവരും ഒളിച്ചോടിയതാകുമെന്നും ഒരു സംസാരം ആ നാട്ടിൽ പടർന്നിരുന്നു. ഈ വാർത്ത കേട്ടപ്പോ അതൊന്ന് അന്വേഷിക്കാമെന്ന് കരുതി ജോളിയുടെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് ജേക്കബും ഫിലിപ്പ് എന്നൊരാളും കൂടി തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലൊക്കെ പോയിരുന്നു. ഇതിനിടെ പയനിയർ ലോഡ്ജിൽ താമസിച്ചിരുന്ന 4 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തെങ്കിലും അവരിൽ നിന്ന് കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ലഭിച്ചില്ല. പോലീസ് അനാസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. മൗനജാഥയും മറ്റും നടത്തി. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ജോളി ബസ് ഇറങ്ങി ബദനി ആശ്രമത്തിന് അടുത്ത് വരെ എത്തിയതായി തെളിവുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചു? ഇങ്ങനെ ഇരിക്കാണ് കവനാടി സ്കറയുടെ കപ്പത്തോട്ടത്തിൽ നിന്നും ജോളിയുടെ പാവാടയുടെ കുറെ ഭാഗവും തൂവാലയും കണ്ടെടുത്തത്. അവിടെ കരിയില അടിച്ചുകൂട്ടാൻ പോയ ചില സ്ത്രീകളാണ് ഇത് കണ്ടെത്തിയത്. ഈ വിവരം ജോളിയുടെ സഹോദരൻ മോനിച്ചനോട് പറഞ്ഞു. പോലീസിൽ ഈ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ എത്തി തൊണ്ടിമുതൽ എടുത്തു. അക്കൂട്ടത്തിൽ വാഴപ്പോള, വാഴക്കച്ചി, 2 ബീഡിക്കുറ്റികൾ, പ്ലാസ്റ്റിക് കമ്മലിന്റെ കഷ്ണങ്ങൾ എന്നിവയും കിട്ടി. ഇതേ തുടർന്നാണ് കൃഷ്ണൻകുട്ടിയെ പോലീസ് സംശയിച്ചത്. അതിന് കാരണം ഒരിക്കൽ അസമയത്ത് ഇയാൾ കപ്പത്തോട്ടത്തിൽ ചുറ്റിക്കറങ്ങുന്നത് കണ്ട ചിലരായിരുന്നു. അന്ന് ഇതേക്കുറിച്ച് കൃഷ്ണൻകുട്ടിയോട് ചോദിച്ചപ്പോ ഒന്ന് വെളിക്കിരിക്കാൻ കയറിയതാണെന്ന് അറിയിച്ച വിവരവും അവർ പോലീസിനോട് പറഞ്ഞു. കൃഷ്ണൻകുട്ടിയാണ് ബദനി ആശ്രമത്തിലെ രവി അച്ഛന്റെയും എബ്രഹാമിന്റെയും പേര് പറഞ്ഞത്. ഉടനെ തന്നെ രവി അച്ഛനെയും ജോളിയുടെ ഒരു അകന്ന ബന്ധു കൂടിയായ എബ്രഹാമിനെയും കസ്റ്റഡിയിലെടുത്തു. കൃഷ്ണൻകുട്ടി ആചാരി ഏതാണ്ട് 6 മാസത്തോളം ആശ്രമത്തിൽ തന്നെയായിരുന്നു താമസം. ആശ്രമം വക ഒരു കെട്ടിടം പണിയുമായി ബന്ധപ്പെട്ടാണ് കൃഷ്ണൻകുട്ടി അവിടെ തങ്ങിയത്. ബദനി ആശ്രമത്തിന്റെ അടുത്ത് തന്നെ താമസക്കാരിയായ ജോളിയോട് ആശ്രമത്തിലെ അന്തേവാസിയായ രവിയച്ഛനോ എന്തോ ഒരു പ്രത്യേക അടുപ്പം. അവർ പലപ്പോഴും ഒത്തിരി നേരം സംസാരിച്ചിരിക്കാറുണ്ട്. ആരും അതിലൊരു അരുതായിക കണ്ടിരുന്നില്ല. വീട്ടാവശ്യത്തിനായി ആശ്രമത്തിൽ നിന്ന് സ്ഥിരമായി ജോളിയുടെ വീട്ടുകാർ പാൽ വാങ്ങിയിരുന്നു. പലപ്പോഴും ജോളി തന്നെയാണ് പാൽ വാങ്ങാൻ എത്തിയിരുന്നത്. രവിയച്ഛന് ജോളിയുടെ വീടുമായി വളരെ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. കാനായ സമുദായ അംഗങ്ങളായിരുന്നു ജോളിയുടെ വീട്ടുകാർ. എങ്കിലും ബദനി ആശ്രമത്തോട് ചേർന്നുള്ള ചാപ്പലിൽ
കുർബാനയ്ക്ക് ജോളിയും മോളമ്മയും മാത്യുവും മോനിച്ചനും ഒക്കെ പോയിരുന്നു. ശനിയാഴ്ച തോറുമായിരുന്നു ചാപ്പലിൽ പ്രത്യേക പ്രാർത്ഥന. ഇങ്ങനെ ജോളിയുമായി ഏറെ അടുത്ത് പെരുമാറാൻ ദിവ്യച്ചന് കഴിഞ്ഞിരുന്നു. സുന്ദരിയും സൽസ്വഭാവമായ ജോളിയോട് ആദ്യം സഹോദരി തുല്യമായ സ്നേഹം തന്നെയാണ് ദിവ്യച്ചനുണ്ടായിരുന്നത്. എന്നാ അതെപ്പോഴോ വഴിമാറി. അച്ഛന്റെ സ്വപ്നങ്ങളിൽ നിറം പടർത്തി യൗവനം പീലി വിളർത്തി ആടി നിന്ന ജോളിയെ അദ്ദേഹം മോഹിച്ചുപോയി. അവളുമായി രമിക്കാൻ അച്ഛന്റെ ഉള്ളം കൊതിച്ചു. ബദനി ആശ്രമത്തിലെ രവിയച്ഛന്റെ മനം നിറയെ BSc 1ാം വർഷ വിദ്യാർത്ഥിനിയായ ജോളിയായിരുന്നു. പക്ഷേ ഈ അനുരാഗം ജോളി തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നതാണ് അച്ഛനെ നിരാശനാക്കിയത്. അവളെ ഇക്കാര്യം അറിയിക്കാൻ പലവട്ടം മനസ്സിൽ കരുക്കൾ നീക്കിയതാണ്. സൗകര്യപൂർവ്വം ജോളിയെ അടുത്ത് കിട്ടുമ്പോ എല്ലാം പറയണമെന്നുറപ്പിച്ചു. പക്ഷെ ജോളിയുടെ സാമീപ്യത്തിൽ ഒന്നും പറയാൻ കഴിയാതെ ആകെ അസ്വസ്ഥനായി നാവ് ഇറങ്ങിപ്പോയതുപോലെ നിൽക്കാനേ ദിവ്യച്ചന് കഴിഞ്ഞുള്ളൂ. അന്ന് യാദൃശ്ചികമായാണ് ജോളി ആശ്രമത്തിനടുത്തുകൂടെ നടന്നു വന്നത്. ദിവ്യച്ചനെ കണ്ടയുടൻ അവൾ ഹൃദ്യമായി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ചു, ഞാൻ ഹോൾ ടിക്കറ്റ് വാങ്ങിയിട്ട് വരികയാണ്. ഇനി പരീക്ഷയ്ക്ക് അധികം ദിവസമില്ല. ഞാൻ ജയിക്കാൻ വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ഞാൻ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയാൻ നാവ് എടുത്തെങ്കിലും അച്ഛൻ ആകെ ഒരു വിറയിൽ, നെഞ്ച് പടപടാ എന്നിരിക്കുകയാണ്. എങ്കിലും രണ്ടും കൽപ്പിച്ച് അച്ഛൻ പറഞ്ഞു, ജോളി, നിനക്ക് വേണ്ടി അല്ലാതെ പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നേ? BScയുടെ ഫസ്റ്റ് ടൈമിലെ 1-2 ചോദ്യപേപ്പർ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പിന്നെ പരിസരം ആകെ ഒന്ന് വീക്ഷിച്ച് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മെല്ലെ പറഞ്ഞു, മുറിയിലേക്ക് വരികയാണെങ്കിൽ എടുത്തു തരാം. അവൾ സന്തോഷത്തോടെ അച്ഛനോടൊപ്പം അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോയി. പോകുന്നതിനിടയ്ക്ക് മണി കിലുങ്ങും പോലെ ജോളി എന്തൊക്കെയോ അച്ഛനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അച്ഛനൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം വെറുതെ മൂളുക മാത്രം ചെയ്തു. അച്ഛന്റെ മുറിയിലേക്ക് കയറിയ ജോളിയോട് ഇരിക്കാൻ പറഞ്ഞു. പക്ഷേ അവൾ നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു, വേണ്ടച്ചാ, ഞാൻ ചെന്നിട്ട് ചേച്ചിയും മറ്റു ഊണ് കഴിക്കൂ. അതുകൊണ്ട് വേഗം പോകണം. പൊടുന്നനെ അച്ഛൻ അവളുടെ വലത് കൈപ്പത്തി പിടിച്ചുയർത്തി വികാരാവശ്യത്തോടെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ മോളെ. അച്ഛൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലായപ്പോൾ ജോളി ഞെട്ടിപ്പോയി. അവൾ ദേഷ്യത്തോടെ അച്ഛന്റെ കൈ തട്ടിമാറ്റി. ഒച്ച വയ്ക്കാൻ തുടങ്ങിയപ്പോ അദ്ദേഹം അവളുടെ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് തല ഭിത്തിയിലേക്ക് അമർത്തി. അവൾ കാലെടുത്ത് ചവിട്ടാൻ ശ്രമിക്കുന്നത് കണ്ട അച്ഛൻ അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അത് എത്ര നേരം തുറന്നുവെന്ന് ഓർമ്മയില്ല. കണ്ണു മിഴിച്ച ജോളി അല്പനേരത്തിനുള്ളിൽ നിശ്ചലമായി. രവിയച്ഛൻ പരിഭ്രാന്തനായി. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് ജോളിയെ മൂടിയിട്ട ശേഷം അച്ഛൻ കുറെ നേരം ആലോചിച്ചിരുന്നു. പിന്നെ എപ്പോഴോ കൃഷ്ണൻകുട്ടി വന്ന് വിളിച്ചപ്പോഴാണ് ചിന്തയിൽ നിന്ന് ഉണർന്നത്. അച്ഛൻ സംഭവിച്ച കാര്യങ്ങളെല്ലാം കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞു. പിന്നെ അച്ഛന്റെ ഉറ്റ സുഹൃത്തായ എബ്രഹാമിനോടും. മൃതശരീരം എവിടെയെങ്കിലും കൊണ്ടുപോയി കളയുന്ന കാര്യം അവർ ഏറ്റെടുത്തു. അങ്ങനെ ജോളി വധക്കേസിൽ 1ാം പ്രതി രവിയച്ഛനും 2ാം പ്രതി എബ്രഹാമും 3ാം പ്രതി കൃഷ്ണൻകുട്ടി ആചാര്യയുമായി. ഈ കേസിന്റെ വിചാരണ കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിൽ ജഡ്ജി AR വിജയന്റെ ബെഞ്ചിലായിരുന്നു. ജോളി അണിഞ്ഞിരുന്ന താര ഫാഷനുള്ള മാല 2.5 മാസത്തിനു ശേഷം 2ാം പ്രതി എബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. തലയണയ്ക്കുള്ളിലാണ് മാല എബ്രഹാം ഒളിച്ചു വച്ചിരുന്നത്. ഒടുവിൽ രവിയച്ഛന് ജീവപര്യന്തം ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. തിരുവനന്തപുരം സെൻട്രൽ ജയിലായിരുന്നു അച്ഛനെ പാർപ്പിച്ചത്. തികച്ചും ശാന്തതയോടെയായിരുന്നു അച്ഛന്റെ ജയിൽവാസം. ആരോടും പരിഭവമോ പരാതിയോ ഇല്ല. ശിക്ഷയെയും ജയിൽ ജീവിതത്തെയും ദൈവനിയോഗം അവർക്ക് വേണ്ടി ചിലതെല്ലാം ചെയ്യാനും കഴിഞ്ഞതിന്റെ ആത്മസംതൃപ്തി. രവിയച്ഛന്റെ യഥാർത്ഥ പേര് ഫാദർ ജോർജ് ചെറിയാൻ എന്നാണ്. കോട്ടയം സെഷൻസ് കോടതി ഇദ്ദേഹത്തെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത് 1985 ജനുവരി 18-നായിരുന്നു. ജയിലിനുള്ളിൽ അച്ഛൻ തടവുകാർക്ക് പ്രിയങ്കരനായിരുന്നു. അവർക്ക് വേണ്ടി അപ്പീലുകളും ഹർജികളും തയ്യാറാക്കി കൊടുത്തിരുന്നത് രവിയച്ഛനായിരുന്നു. രവിയച്ഛന്റെ ശ്രമഫലമായി ജയിലിനുള്ളിൽ ഹോമിയോ ഡിസ്പെൻസറി തുടങ്ങി. അവിടെ ചീട്ട് എഴുതുന്നത് മുതൽ മരുന്ന് എടുത്തു കൊടുക്കുന്നത് വരെയുള്ള ജോലികൾ പണ്ട് ഹോമിയോ വിദ്യാർത്ഥിയായിരുന്ന അച്ഛൻ സന്തോഷപൂർവ്വം ചെയ്തിരുന്നു. അന്ന് തടവുകാർ മാത്രമല്ല, ജയിൽ ഉദ്യോഗസ്ഥന്മാരും കുടുംബാംഗങ്ങളും വരെ ആ ഡിസ്പെൻസറിയിൽ വന്ന് മരുന്ന് വാങ്ങിയിരുന്നു.